ഇനി സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് ഞാനൊരു സത്യം പറയട്ടെ. എന്താ? ഏത് പുരുഷന്റെയും ജീവിതത്തിൽ സന്തോഷകരമായ 2 ദിവസങ്ങളുണ്ട്. ഒന്ന് ഭാര്യ മണിയറയിലേക്ക് വരുന്ന ദിവസം, 2 അവളെ കുഴിമാടത്തിലേക്ക് എടുക്കുന്ന ദിവസം. ഇതൊരു മഹാൻ പറഞ്ഞിട്ടുള്ള. ഏത് മഹാൻ? ഞാൻ തന്നെ. എന്റെ ആദ്യ രാത്രിയിലെ രസകരമായ ഒരു അനുഭവം പറയാം. നമ്രമുഖിയായി മണിയറയിലേക്ക് കടന്നു വരുന്ന ഭാര്യയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ട കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം. കല്യാണം കയറി ഇത്രയും കാശില വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പാല്. പാലിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. ടീ പാർട്ടിക്ക് 10 ലിറ്റർ പാല് മതി എന്ന് പറഞ്ഞാ 20 ലിറ്റർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. പഴം വിളമ്പേണ്ട കാര്യമേ ഇല്ലായിരുന്നു. ഇഡലിയും വടയും ലഡുവും മാത്രം പോരായിരുന്നു. ഇതൊക്കെ കാശ് കൊടുക്കുന്ന ഞാനാണേ. ചേച്ചി, നീലും കഴിച്ചോടാ? പാർട്ടിയുടെ പലഹാരമൊക്കെ ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. ഇനി ചോറ് 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിച്ചോളാം. മോളെ, പന്തലുകാർക്ക് കാശ് കൊടുത്തില്ല. ഇനി എല്ലാം നാളെ അമ്മ പോയി കിടന്നു. എന്തിനാടാ എഴുതിക്കുന്നത്? ഈ അവിഞ്ഞ മൂത്ത് നോക്കി വേറെ എന്തോ ചെയ്യാൻ. പോട്ടെ ചേച്ചി, എനിക്ക് വിശക്കുമ്പോ ഞാൻ ചേച്ചിയെ വിളിക്കും. ചേച്ചി വന്ന് വിളമ്പി തന്നാലേ ഞാൻ ഉണ്ണു. ശരിയടാ. ഉരുട്ടി തരേണ്ട പ്രായം. എന്താളിയാ നോക്കി പേടിപ്പിക്കുന്നേ? ഒന്നുമില്ല. വാമേ നോക്കുവോ? നീയും അമ്മയും കൂടി ഈ കഴുത ലാളിച്ച് വഷളാക്കി ഇപ്പൊ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടത്തവനായി ശുദ്ധ എമ്പോക്കി. അങ്ങനൊന്നും പറയല്ലേ. മണ്ണാർശാലയിൽ ഉരുളി കമഴ്ത്തി ഉണ്ടായ പൊന്നു മോനാവൻ. അതാ അവന്റെ വാ ഉരുളി പോലെ ഇരിക്കുന്നത്. ഒരിക്കലും അടയില്ല. ഗോവിന്ദ, എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടരുത്. നീ എന്റെ മുറപ്പെണ്ണാണ്, കളിക്കൂട്ടുകാരിയാണ്, സമ്മതിച്ചു. പക്ഷെ ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്. ഒരു അപേക്ഷയുണ്ട്. എന്നെ പേര് വിളിക്കരുത്. ഗോവിന്ദേട്ടാന്നോ, ഗോവിയേട്ടാന്നോ, ഗോയേട്ടാന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കേ. കല്യാണത്തോടെ ഗോവിന്ദൻ എന്താ കൊമ്പ് മുളച്ചോ? കിന്നരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനുള്ളതാ. എടുത്ത ക്യാഷ് നമ്മുടെ ആദ്യ രാത്രി. അയ്യോ, ഇതെന്താ ഇന്നത്തോടെ ആകാശം പിടിച്ച് തലയിലോട്ട് വീഴുവോ? ഇനി ഒരുപാട് രാത്രികൾ വരും. അയ്യോ അയ്യോ, എന്റെ അമ്മ ഹോർലിക്സ് കുടിച്ച് കാണത്തില്ല. ഈ അച്ചി വെട്ടി ആദ്യ രാത്രി ഉറങ്ങാൻ വന്ന എന്നെ വേണം തല്ല. ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനീ മൗനം. ഈടാ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മുടിഞ്ഞ ഒരു ഉറക്കം. എത്ര നേരമായിട്ട് വിളിച്ചു പോകുന്നു. ചെവി കേൾക്കത്തില്ല മനുഷ്യ. ഇതിലും അപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നട്ടലിനൊരു തൊഴി. ആ കണാപ്പ് പണ്ടേ പണയത്തില്ല. അതുകൊണ്ട് ചവിട്ടിയിട്ടും വലിയ കാര്യമില്ല. അതെ, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. എനിക്ക് എത്ര കൈകളുണ്ട്? നാവിന്റെ കാര്യത്തിലാണെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കൈകളാണെങ്കിൽ 2. ആണേ, ഈ 2 കൈകളും വെച്ചുകൊണ്ട് ഈ വീട്ടിലെ ജോലി മുഴുവനും ചെയ്യാൻ ഞാൻ യന്ത്രമനുഷ്യത്വമൊന്നുമല്ല. സമയത്തിന് വല്ലതും ഞണ്ണണമെങ്കിൽ അടുക്കളയിൽ വന്ന് ജോലി. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കഴുതയായിട്ട് ജനിപ്പിക്കരുതേ. അയ്യോ, 2 ജന്മവും ദൈവം ഒരുപോലെ തരത്തില്ല മനുഷ്യ. അക്കാര്യത്തിൽ നീയാണ് ഭാഗ്യവതി. 2 ജന്മം ഒരുപോലെ കിട്ടി. അല്ല, നീ ഭാഗ്യവതിയാണ്. പറയുന്നത് എന്തും അനുസരിക്കുന്ന കുതിരയുടെ തലയും കഴുതയുടെ ഉടലുള്ള ഈ വിചിത്ര ജീവിയെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയല്ലോ എന്ന് പറയായിരുന്നു. എന്നാ അടുക്കളയെ വന്ന ആ എച്ചിപ്പാത്രമൊക്കെ കഴുകി വെക്ക് വിചിത്ര ജീവി. എന്നെ പോലൊരു കോന്തം മുറച്ചെറുക്കനെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയതുകൊണ്ട് എന്റെ പുറത്ത് കയറിയിരുന്ന തുള്ള. സ്പോർട്സ് കോട്ടയിൽ ഒരു മേലുദ്യോഗം കിട്ടിയപ്പോ വെറും ക്ലാസ് 4 ജീവനക്കാരനായി എനിക്കിട്ട് നീ ഷോർട്ട് പുട്ട് എറിയുന്നോടി. നീ മണ്ണാകുന്നു. പോയപ്പോ ഒരു കാര്യം പറയാൻ മറന്നു. കുറച്ച് മണ്ണെണ്ണ വേണം. എന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോകണോ? ഞാൻ ഇപ്പൊ അതല്ലെന്ന് അമ്മയ്ക്കാ. തള്ളെ തട്ടാനോ? ഞാൻ ഉടനെ വാങ്ങിച്ചോണ്ടിരാ. അതല്ലെന്ന് അമ്മയ്ക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണം. ഗ്യാസ് ഉപയോഗിച്ചാൽ മുതലാവത്തില്ല. അതുകൊണ്ടാ. എന്റെ ഈശ്വര, കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു ഞണ്ണി കുളമാക്കിയിട്ട് പോയതല്ലേ തള്ളയും മോനും. പിന്നെന്തിനാ ഉടനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അയ്യോ, പറഞ്ഞു നാക്ക് മൗത്തിലോട്ടിട്ടില്ല. ദേ വരുന്നു തീറ്റി പണ്ടാരങ്ങൾ. ഇതെല്ലാം വെട്ടി എറിഞ്ഞ് മുമ്പിലോട്ടിട്ടുള്ളൂ. ബാഷ കേട്ടിട്ട് ശരീരം നന്നാക്കണം അമ്മേ. എന്താ മോളെ? എന്ത് പറ്റി? പറയേച്ചി, അതിന് മാത്രം എന്താ ഉണ്ടായത്? ഗോവിന്ദൻ പറയാ അമ്മയും കുഞ്ഞുമോനും തീറ്റി പണ്ടാരങ്ങളാണെന്ന്. അതെന്ത് പണ്ടാരമാ? അതൊരു തരം വൃത്തികെട്ട ജീവിയാണമ്മേ. എന്നാ എവിടെയാവൻ? അകത്തുനകത്ത്. ഗോവിന്ദ, എടാ ഗോവിന്ദ. ഇവിടെ ഇല്ലെങ്കിൽ കക്കൂസിൽ കാണുമ്പോ അമ്മച്ചി അവിടെ വേണ്ട കേട്ടോ, മർമ്മമാണ്. എടുക്ക അളിയനോ? അളിയപ്പോ ജാമ്യത്തിൽ ഇറങ്ങി.
അതൊക്കെ അവിടെ നിക്കട്ടെ. നിന്റെ കേമത്തം കൊണ്ടാണ് എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തന്നെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ആ കുരിശിനെ ചുമക്കാൻ മറ്റാരെയും കിട്ടില്ല എന്നറിഞ്ഞപ്പോ എന്റെ പെടലിൽ കെട്ടിവെച്ചു. എവിടുന്നൊക്കെ അന്വേഷണം വന്നതാ? പൊന്നും പണവും തരണ്ടാന്ന് വെച്ചാ ഞങ്ങളുടെ കുടുംബക്കാരന് തന്നെ കെട്ടിച്ചു തന്നത്. ഈറ പരട്ട തള്ള, കുടുംബക്കാരന് ഇപ്പൊ കുതിരക്കാരനായി. അച്ഛനുള്ളപ്പോ പറമ്പിൽ പോലും കയറ്റത്തില്ലായിരുന്നു. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തേങ്ങ മോട്ടിച്ചതിന് എന്റെ അച്ഛൻ തന്നെ മുരുക്കില് കെട്ടിയിട്ട് തല്ലിയത് മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാടാ തേങ്ങ തലയവണ് നിന്റെ അപ്പൻ ചത്തത് തെണ്ടി. എന്റെ ചേച്ചീന് കണ്ണീര് കുടിപ്പിച്ച ചേച്ചി ഞാൻ വിധവേക്കാനും മടിക്കില്ല. കരടി കനകാമ്പന്റെ മോനാ ഞാൻ, പറഞ്ഞേക്കാം. കരടി വീട്ടിൽ വന്നോ അതോ അമ്മ കാട്ടിപ്പോയോ? എന്താ തുറിച്ചു നോക്കുന്നത്? ഒരു കൊച്ചു വിച്ചാത്തിയും അരമണിക്കൂർ പവർ കട്ടും അത്ര മാത്രം മതി എനിക്ക് തന്റെ കഥ കഴിക്കാൻ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ആന മയക്കിയെ പേടിക്കണം, ആന മൂത്രത്തെ പേടിക്കണം. ഈ ഗോവിന്ദൻ ആരാണെന്ന് ഇന്ന് രാത്രി പവർ കട്ടില്ലാതെ തന്നെ നീ അറിയും.